സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത വ്യവസായി, മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനും കേരള ജുവലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ എം പി അഹമ്മദാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ എം പി അഹമ്മദ്. സ്ട്രീറ്റ് ലൈനിൽ വീണ്ടും സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ വിഷയം സജീവമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം, അതായത് നികുതി വെട്ടിപ്പ് വലിയ തോതിൽ നടക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇത് ഈസി മണി നമ്മുടെ മലയാളികൾക്കെല്ലാം വലിയ താല്പര്യമുള്ള കേസാണ്. അൺഅക്കൗണ്ട് ബിസിനസ്സിനാണ് ഒരുപാട് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ടാക്സ് ഇല്ലാത്ത കൺട്രീസിൽ നിന്ന് ഗോൾഡ്, സ്വർണം കള്ളക്കടത്തായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഏതാനും മണിക്കൂറുകൾ മതി. ഇതിൽ ഏതാണ്ട് 10% ഇമ്പോർട്ട് ഡ്യൂട്ടിയും മറ്റ് ടാക്സ് എല്ലാം കൂടി ഇൻകം ടാക്സ് എല്ലാം നോക്കിയാൽ 1-2% ഉണ്ട്. ഇവിടെ GST 3%. ഈ വലിയ ശതമാനം വെട്ടിക്കുക എന്നുള്ളത് എല്ലാവരെയും ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ 10% ഇമ്പോർട്ട് ഡ്യൂട്ടി തന്നെ വെട്ടിക്കുക എന്ന് പറയുന്നത് 1 കിലോ സ്വർണ്ണത്തിൻ്റെ മുകളിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം, മറ്റെല്ലാ നികുതിയും കൂടി 4 ലക്ഷത്തിനടുത്തോളം ലാഭകരമാണ്. ഇത്ര വലിയ ലാഭമുണ്ട്. ഈ ലാഭം പല മാഫിയകൾ ഷെയർ ചെയ്യുന്നു. അത് ഇവിടുത്തെ ഉപഭോക്താവിൻ്റെ കൈകളിൽ എത്തിക്കണം. കേരളത്തിലെ ജനങ്ങളെ കൾച്ചറിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ആൾക്കാരെ കൾച്ചറിൽ ജ്വല്ലറി പ്രധാന ഇതാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതെങ്ങനെ ശക്തി എന്ന് വെച്ചാൽ, കേരളത്തിൽ ഈ കോയൽ ആൾക്കാരറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് സാധാരണക്കാരെ, ഇടത്തരക്കാരെ, പാവങ്ങളെ കണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ പണം കൊടുക്കാം, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൊടുത്തു തരാമെന്നാണ്. അതാണ് കോയൽ. അവിടെ കൊടുത്തുകൊണ്ട് കോയൽ വാങ്ങുന്ന വലിയ മാഫിയകൾ ഗൾഫ് എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുണ്ട്. അത് അവിടുത്തെ ഗവൺമെൻറ് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടല്ല, പക്ഷെ അത് ഈസിയാണ്. അവർക്ക് ഇവിടെ വീട്ടിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ ഫോറിൻ കറൻസി ഈ മാഫിയക്ക് കൊടുക്കും. അത് സ്വർണ്ണമായിട്ട് കരയിൽ കൂടിയും കടലിൽ കൂടിയും പല വിധേന നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നു. അതിൽ വലിയ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വലിയ മാർജിൻ വരുന്നു. ഈ എപ്പോഴും ഇൻ്റർനാഷണലി ഒരേ വില നിലനിൽക്കുന്ന ഒരു സാധനമാണ് ഗോൾഡ്. ഹാർഡ് കറൻസിയാണ്. ഗോൾഡ് ഹാർഡ് കറൻസിയാണ്. വെളിയിൽ ഇന്ത്യയിലായാലും എല്ലാ രാജ്യത്തും അതാത് കറൻസി ആയിട്ട് മാറ്റം. ഡോളറിൽ പ്രൈസ് ഒരു ഔൺസ് റേറ്റ് വന്നു കഴിഞ്ഞാൽ അതാത് രാജ്യത്തിൻ്റെ റേറ്റ് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഹാർഡ് കറൻസി. എവിടെയും വിറ്റ് വില പൈസ ആക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അത് പല മാർഗങ്ങളായിട്ട് പല രീതിയിലായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നു. ഇത് വലിയൊരു മാഫിയാണ്. വലിയ മാഫിയാണ്. അത് ആയിരക്കണക്കിലധികമുള്ള അൺഓർഗനൈസ്ഡ് ഫാക്ടറികൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. കേരളത്തിലും വളരെയധികം ഉണ്ട്. കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റിലും ഇത് വന്നിട്ട് ഓർണമെൻറ്റ്സ് ആക്കി മാറ്റുന്നു. ആ ഓർണമെൻറ്റ്സ് ആക്കി മാറ്റിയത് ജ്വല്ലറികളും അല്ലെങ്കിൽ ചെറുകിട ആൾക്കാരും പിന്നെ ചില വ്യക്തികളൊക്കെ വീട് മുതൽ ഷോപ്പുകൾ വരെ എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് വ്യാപാരം നടക്കുകയാണ്. ഇവർ ബില്ല്, ചെറുകിട സ്ഥാപനങ്ങളാണെന്ന് ഇതിന് ബില്ല് കൊടുക്കാതിരിക്കുന്നുണ്ട്. ബില്ല് 3% GST എന്ന് പറയുമ്പം ഒരു പവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൈസയാണ്. ചെറിയൊരു സാധനമാണ് ഒരു പവൻ. വളരെ ചെറിയ 10 പവൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇത്ര 10, 15, 20 വാങ്ങുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 3% മുകളിൽ പോകുന്ന വലിയൊരു ബാധ്യതയാണ്. അപ്പം അത് ഇല്ല, ഞങ്ങൾക്ക് ഒഴിവാക്കി തരാം എന്ന് പറയുമ്പോൾ ആൾക്കാർ അട്രാക്റ്റീവ് ആവും. ഇതിൽ ബില്ലില്ലാത്തത് കൊണ്ട് ഇതിനൊരു ക്വാളിറ്റി ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല. നമ്മൾ സാധാരണ വീടുകളിൽ വാങ്ങുന്ന എന്ത് സാധനത്തിനും, ഒരു മിക്സി വാങ്ങിയാലും ഒരു ഗ്രൈൻഡർ വാങ്ങിയാലും ഒക്കെ തന്നെയൊക്കെ ബില്ലും ഗ്യാരണ്ടിയും, ബൾബിന് വരെ നമ്മൾ ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ വാങ്ങുന്ന കാലഘട്ടമാണ് ബില്ല് വാങ്ങുന്ന ആൾക്കാർ. പക്ഷേ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന സ്വർണ്ണത്തിൻ്റെ മുകളിലുള്ള ക്വാളിറ്റിയിലുള്ള കളിപ്പീരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല പറ്റിക്കൽസ് ഉണ്ട്. ഇത്തരത്തിൽ ക്വാളിറ്റിയിൽ വലിയ തട്ടിപ്പുണ്ട്. ക്വാളിറ്റിയിൽ ഒരുപാട് തട്ടിപ്പാണല്ലോ സ്വർണ്ണത്തിൻ്റെ പഴയ ചരിത്രം എന്ന് പറയുന്നത്. ക്വാളിറ്റി തട്ടിപ്പ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ കല്ല് ഫിക്സിങ്ങിൽ കല്ലിന് സ്വർണ്ണത്തിൻ്റെ വില മേടിക്കുക, അങ്ങനെ ഇതിലുള്ള വേർതിരിക്കാതിരിക്കുക. മലബാർ ഗോൾഡ് പക്ഷേ ഇതിലൊരു പുതിയ മാതൃക കൊണ്ടുവന്നുണ്ട്. ഞങ്ങളുടെ വളർന്നു വന്നത് ഈ ഗോൾഡ് വ്യവസായ രംഗത്തുള്ള ഈ പറ്റിക്കലിനെതിരെ, അതായത് ജനങ്ങൾക്കുള്ള ചീറ്റിങ്ങിനെതിരെ ശക്തമായ പ്രചരണം കൊടുത്തുകൊണ്ടാണ് 25 വർഷമായിട്ട് മലബാർ ഈ നിലയിലെത്തിയത്. ഞങ്ങളെന്നും ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ പറ്റിക്കുന്നുണ്ട്, ഏത് ക്വാളിറ്റിയുള്ള സ്വർണം മാത്രം കൊടുക്കുന്നു, ലൈഫ് ലോങ് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, ആൾക്കാർക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നു, റീസെയിൽ വാല്യൂ കൊടുക്കുന്നു. അതിന് നിങ്ങൾക്ക് തെളിവായിട്ട് ബില്ല്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബില്ലാണ്. ഈ ബില്ല് ശരിക്കും ബോധവൽക്കരിച്ചത് എനിക്ക് തോന്നുന്നു മലബാർ ഗോൾഡാണ്. അതെ, ബില്ല് വാങ്ങിക്കാൻ ജനങ്ങൾ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെതാണ്. അത് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളൂ. എല്ലാ ജ്വല്ലേഴ്സും ഗവൺമെൻറ്റൊക്കെ ശക്തമായ രീതിയിൽ, കാരണം ടാക്സ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി പണമാണ്.
ഈ നികുതി പണം ഒരു കൂട്ടർ വെട്ടിക്കാനും ഒരു കൂട്ടർക്ക് മുഴുവൻ കൊടുക്കുന്ന ആൾക്കാർ വീണ്ടും ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. മണ്ടന്മാരാവുന്നത് മാത്രമല്ല, കണക്ക് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരടുത്ത് ഞങ്ങളുടെ പേരേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് വീണ്ടും നോട്ടീസ് അയക്കുക, ടാർഗറ്റ് കൊടുത്താൽ വീണ്ടും ബുദ്ധിമുട്ടിക്കുക. അത് വളരെ എളുപ്പമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതേ അവസരത്തിൽ ഒരു കണക്കും ഒരു അക്കൗണ്ടും ഒരു ലൈസൻസോ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ സുഖമായിട്ട് രക്ഷപ്പെട്ടു. അവരുടെ ഒരു കണക്കെടുക്കാനോ എന്തെങ്കിലും ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്? ഗവൺമെൻറ് അങ്ങനെ ശ്രമിക്കുന്നില്ല, എന്താ അറിയില്ല. ഗവൺമെൻറ് ശ്രമിച്ചാലും ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ എത്തുമ്പോഴേക്കും ഈ മാഫിയകളെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എത്രത്തോളം അവരെയും ഒരു ബോധവൽക്കരണം ഇതിന് മൊത്തം ആവശ്യമുണ്ട്. ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം, രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്നുകൊണ്ട് തന്നെ നികുതി വെട്ടിപ്പ് ഒരു തെറ്റായി കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നികുതി വെട്ടിപ്പ് ഏറ്റവും വലിയ തെറ്റാണ്. അത് കാരണം നമ്മുടെ നാടിലെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് നികുതിയാണ് സർക്കാരിൻ്റെ, നമ്മുടെ തന്നെയാണ്. നമുക്ക് ശരിയായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു തുക നികുതി ഇനത്തിൽ ഗവൺമെൻറ്റിന് കിട്ടുമല്ലോ. നികുതി ഇനത്തിൽ ഗവൺമെൻറ്റിന് ടാക്സ് ഒരുപാട് കുറയും, ഗവൺമെൻറ് ആവശ്യത്തിൽ അധികം വരുമാനം കിട്ടും. ഇന്ത്യൻ്റെ ശാപം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ നികുതി വെട്ടിപ്പാണ്. ഉയർന്ന നികുതികളുള്ള എല്ലാ രാജ്യങ്ങളിലും നികുതി വെട്ടിപ്പ് വളരെ വലിയ രീതിയിലാണുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, ഉയർന്ന നികുതി വർദ്ധിക്കും തോറും നികുതി വെട്ടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ പൊളിറ്റിക്കൽ ആൾക്കാരായാലും ഈ മറ്റു മാഫിയകളായാലും ഈ ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ ശക്തമായ എതിർക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഒരു പത്രക്കുറിപ്പിൽ തന്നെ പറയുന്ന 2 ലക്ഷം കോടി രൂപയുടെ അനധികൃത സ്വർണ്ണക്കടത്ത്, അത് ഭയങ്കര ഒരു വലിയ തുകയല്ലേ? തീർച്ചയായിട്ടും. അതായത് നിങ്ങൾ കേരളത്തിൽ എത്ര വിവാഹം നടക്കുന്നു നിങ്ങൾക്കറിയാലോ. ഒരു എത്ര എൻ്റെ കണക്കെടുക്കട്ടെ, അതിൽ എത്ര ശതമാനം ആൾക്കാർ ബില്ല് കൊടുത്ത് സ്വർണം മേടിക്കുന്നു? ദിവസം തോറും ആൾക്കാരുടെ മിച്ചം വരുന്ന പൈസയൊക്കെ സ്വർണം മേടിക്കുന്നു. കാരണം സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം റുപ്പീൻ്റെ വാല്യൂ ഇടിയും തോറും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. അടുത്ത കാലത്തും സ്വർണത്തിൻ്റെ വില വലിയ രീതിയിൽ, അതായത് ഇൻ്റർനാഷണൽ റേറ്റ് കുറയുകയും അതേ അവസരത്തിൽ ഇന്ത്യയിലെ റേറ്റ് വർദ്ധിക്കുകയും ചെയ്തത് ഇന്ത്യൻ ഡിമാൻഡല്ല, റുപ്പീൻ്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ടാണ്. റുപ്പി 14% റേറ്റ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞ വർഷം. 18-ൽ മാത്രം 13-14% റുപ്പീൻ്റെ വാല്യൂ താഴോട്ട് പോയി. അപ്പോൾ അത് അത്രയും ശതമാനം ഗോൾഡിൻ്റെ വില കൂടുന്നു. അപ്പോൾ ആൾക്കാർ എഡ്ജിങ് ആണ്, നാച്ചുറൽ എഡ്ജിങ് ആണ്. ഗോൾഡ് ഒരു വലിയ നിക്ഷേപം എന്നുള്ളത് വീണ്ടും വീണ്ടും അതിൻ്റെ പ്രസക്തി കൂടുകയും ചെയ്യും. അതാണ് കാരണം വർഷങ്ങളായിട്ട് വാല്യൂ താഴോട്ട്, കറൻസി വാല്യൂ താഴോട്ട് പോകും തോറും ഗോൾഡിൻ്റെ വില മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് സ്വർണ്ണത്തോടുള്ളൊരു താല്പര്യമുണ്ട്. അന്നേരം ഗവൺമെൻറ് കുറച്ചുകൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതില്ലേ? അതായത് സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരൻ്റെ നിക്ഷേപം ഇന്ന് ഗോൾഡാണ്. സാധാരണ ഒരു കൂലി വേല കിട്ടി ഒരു 20,000 50,000 രൂപ ബാലൻസ് വന്ന് സാധാരണ ഒരു ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് ചെയ്യുന്നത്, അവർ വേഗം അവരെ കുട്ടിക്കോ വേണ്ടപ്പെട്ടവർക്ക് ഒരു ചെയിനോ ഗോൾഡോ മേടിക്കുക. അതാണ് നിശ്ചയം, അതാണ് അവരുടെ വീട്ടിലെ സന്തോഷം, അതാണ് ഹാപ്പിനെസ്. അവരുടെ മക്കളെ കല്യാണം ഉണ്ടായാലും അവരെ വലിയ കാറ് വാങ്ങാനോ ഫ്ലാറ്റ് വാങ്ങാനോ അതല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘോഷിക്കാനോ ഫോറിൻ ടൂർ നടത്താനോ അവരെ സംബന്ധിച്ചിടത്തോളം ഇടത്തരക്കാരും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് ഇത്ര കസ്റ്റമറിൽ ഭൂരിഭാഗവും വളരെ ബിലോ ആവറേജ് സാധാരണക്കാരാണ്. അത് കഴിഞ്ഞ അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഇതൊരു ഇമോഷണൽ അസറ്റ് കൂടിയാണ്. ഇമോഷണൽ അസറ്റാണ്. അവരെ പലർക്കും സ്നേഹം പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനുള്ളൊക്കെ ഒരു അവസരമാണ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വാല്യൂ അപ്രീഷിയേറ്റ്. നാളെ എന്തെങ്കിലും പ്രയാസം വന്നാൽ, അസുഖം വന്നാൽ വിൽക്കാം, പണയം വെക്കാം. അങ്ങനെ പല ഈ ഗോൾഡിനുള്ള ക്വാളിറ്റി ഗുണം പാരമ്പര്യമായിട്ടുള്ളതാണ്, ഉപയോഗിച്ച് വലിച്ചെറിയുന്നൊരു സംഭവമല്ല. ഇപ്പോൾ ഈ കള്ളക്കടത്ത് സ്വർണ്ണത്തിന് മേടിക്കുന്നവരോട് അത് അവരങ്ങനെ വഞ്ചിക്കപ്പെടുകയാണ്. യഥാർത്ഥ ക്വാളിറ്റിയുള്ള സ്വർണ്ണം കിട്ടുന്നില്ല. സ്വർണ്ണം ക്വാളിറ്റി ചിലപ്പം കിട്ടിയേക്കാം, എന്നിരുന്നാലും ബില്ലില്ലാത്തത് കൊണ്ട് അവരൊരു ചീറ്റ് ചെയ്യപ്പെടലാണ് നടത്തുന്നത്. കാരണം നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല നമ്മൾ ടാക്സ് വെട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. അങ്ങനെ ഒരു ഏത് കോളേജിലോ ഏത് സ്കൂളിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു കോളേജിലോ സ്കൂളിലോ നമ്മുടെ പൗരൻ്റെ ധർമ്മത്തിൽ നികുതി വെട്ടിപ്പ് ശരിയല്ല എന്നുള്ളത് പഠിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ കച്ചവടത്തിൽ നികുതി പൂർണ്ണമായും കൊടുക്കുന്നവൻ നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാ കച്ചവടക്കാരും സാധാരണ. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അത് ബില്ല് കൊടുക്കുകയും എല്ലാം വളരെ കറക്റ്റായിട്ട്. ഒരുപാട് പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ട അല്ലാത്തതും ഒക്കെ തന്നെ നികുതി കൃത്യമായി കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരും അതിനേക്കാൾ കൂടുതലുണ്ട്. ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം സ്വർണ്ണ വ്യാപാര രംഗത്ത് 20-25% ഫുള്ളും ബില്ലിംഗ് ഉള്ളൂ. ഇതിൽ ഈ അംഗീകൃത വ്യാപാരികളിൽ കുറേയൊക്കെ ബില്ലിങ്ങാണ്. ഒരു ലൈസൻസും ഒരു പരിപാടിയും ഇല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പിടിക്കുകയില്ല, അവരെ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ചെറിയൊരു പെനാൽറ്റി ഒതുക്കിയിട്ട് അവർക്ക് പോവാം. ഇപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് താങ്കൾ. അന്നേരം ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സമര പരിപാടിയോ എന്തെങ്കിലും പ്ലാൻ? സമര പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രാക്ടിക്കലാലിറ്റി അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചത് ബോധവൽക്കരിക്കുക, ജനങ്ങളോട് പറയുക, നിങ്ങളെപ്പോലത്തെ മീഡിയാസിനോട് പറയുക, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഗവൺമെൻറ്റിന് മെമ്മോറാണ്ടം കൊടുക്കുക, സർക്കാരിന് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. ധനകാര്യമന്ത്രിക്ക് ഞങ്ങൾ നേരത്തെ മെമ്മോറാണ്ടങ്ങൾ കൊടുത്താണ്, പല പ്രാവശ്യം ധനകാര്യമന്ത്രിയോട് പറഞ്ഞതാണ്.
അതൊക്കെ അതിൻ്റെ മുറക്ക് നടന്നുകൊള്ളും എന്നുള്ളൊരു മറുപടി മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. സർക്കാർ ഒരു അനുഭാവപൂർണ്ണമായ സമീപനം പുലർത്തുന്നില്ല അല്ലേ? സർക്കാർ വീണ്ടും നികുതി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുന്നവരെ വീണ്ടും ബുദ്ധിമുട്ടാക്കുക, വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് കൂടുതൽ വെട്ടിപ്പ് ഇനിയും വന്നോട്ടെ. അതെ, ഇപ്പോൾ തന്നെ വാറ്റിൻ്റെ അത് പഴയ ഇത് വെച്ചിട്ട് അതിൻ്റെ പേരിലൊരു പീഡനം തുടരുന്നുണ്ടെന്നൊരു പരാതി വന്നിട്ടുണ്ട്. അതായത് പണ്ട് വാറ്റുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പഴയ വാറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ നോട്ടീസും കടലാസും വേസ്റ്റൊക്കെ നടന്നിട്ടുണ്ടാവും പല സ്ഥലത്ത്. അവർക്ക് വലിയ അനുമാന ടാക്സ് വെച്ചുകൊണ്ട് അനുമാനങ്ങൾ യാതൊരു ഡോക്യുമെൻ്റൊന്നും ഇല്ലാതെ നോട്ടീസ് അയക്കുക, അതിൻ്റെ മുകളിൽ പെനാൽറ്റി ഇടുക, ഇൻട്രസ്റ്റ് ഇടുക. അങ്ങനെ അവരെ മുഴുവൻ സ്വത്തും വിറ്റാൽ കിട്ടാത്ത അത്ര വലിയ ടാക്സ് കെട്ടിക്കൊണ്ട് ഓരോ കച്ചവടക്കാരെയും പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ്. അല്ല, ഇപ്പോൾ നികുതി കൊടുത്തു വരുന്നവരുടെ വിവരം എല്ലാം അറിയാവുന്നതുകൊണ്ട് അവരുടെ തലയിലോട്ട് ബാക്കി ഭാരം കൂടെ അടിച്ചേൽപ്പിക്കാനുണ്ട്. മറ്റൊരു വിവരവും കിട്ടാതെ മടിയിൽ ജ്വല്ലറി അല്ലെങ്കിൽ നമ്മുടെ കാറുകളിലും മറ്റൊക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാക്ടറികളുണ്ട് കേരളത്തിൽ. ഇതിനെപ്പറ്റിയൊന്നും ഒരു അനധികൃതമായി സ്വർണ്ണാഭരണം നിർമ്മിക്കുന്നത്. അതായത് ഈ കള്ളക്കടത്ത് സ്വർണം ബിസ്ക്കറ്റ് രൂപത്തിൽ വരും. അത് ഏതാനും നിമിഷങ്ങൾക്കകം സാധാരണ ഗോൾഡാക്കി മാറ്റും, ചെമ്പ് ചേർത്തിട്ട് ഉരുക്കിക്കളയും. അത് കഴിഞ്ഞാൽ പിന്നെ നിയമം മാറി, മറ്റ് കോസപ്പശം ഇതുണ്ടല്ലോ, അത് പ്രകാരം ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് ഇത് പെട്ടെന്ന് ഉരുക്കി കഴിഞ്ഞാൽ മെറ്റലല്ല. പിന്നെ അത് ഏതാണ് മെറ്റൽ, പഴയ ഗോൾഡാന്ന് പറയും, ഓൾഡ് ഗോൾഡ് എന്നുള്ളത് പറയാം. ഓൾഡ് ഗോൾഡാണ് അത്. അപ്പോൾ അതിനൊരു ചെറിയ ടാക്സ് കിട്ടിയാൽ അവർക്ക് രക്ഷപ്പെടാം. ഇത് കേരളത്തിൽ ഏത് ജില്ലകളിലാണ് ഇതിൻ്റെ ഒരു വലിയ? ഏറ്റവും കൂടുതൽ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, മധ്യ കേരളത്തിലാണ് ഏറ്റവും. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്, ഒരു സ്ഥലവും ഒഴിവല്ല. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ചെറുകിട എല്ലാ ഏരിയകളും, ഇൻറ്റീരിയൽ ഏരിയകളിലൊക്കെ തന്നെ ഇപ്പോൾ ഇത് വലിയൊരു സംഘടിത പ്രവൃത്തിയായിട്ട് മാറി. ധനകാര്യ വകുപ്പിൻ്റെ ഒരു പരിശോധന വിഭാഗം പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നതല്ലേ? GST വന്നതിന് ശേഷം വലിയ പരിശോധന നടന്നിട്ടില്ല. കാരണം സ്റ്റേറ്റാണോ കേന്ദ്രമാണോ പരിശോധിക്കേണ്ടത്, എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, ആരാണ് അന്തിമ തീരുമാനമായിട്ടില്ല, എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. സ്റ്റേറ്റിന് ടാക്സ് പറഞ്ഞാൽ സെൻട്രൽ കൊടുക്കുമെന്ന് പറയും, പിന്നെ നമ്മൾ തന്നെ പരിശോധിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ ഇതുവരെ തീർക്കാനോ ഇതങ്ങനെ ശക്തമായ രീതിയിലാവാനോ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ പേരിൽ 1% സെസ് ചുമത്താനുള്ള അനുമതി കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഈ നമ്മളെ ഏതെങ്കിലും രീതിയിൽ അതും നികുതി വെട്ടിപ്പ് വർദ്ധിക്കും. നികുതി വർദ്ധിക്കും തോറും നികുതി വെട്ടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പൊതു തത്വമാണ്. നികുതി നിങ്ങൾ എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രയും സർക്കാരിന് നികുതി കിട്ടിക്കൊള്ളണമെന്നില്ല. നികുതി വെട്ടിപ്പ് വർദ്ധിക്കുക. അതിനേക്കാളൊക്കെ തന്നെ നികുതി വെട്ടിപ്പ് തടഞ്ഞാൽ ഇപ്പം കിട്ടുന്നതിൽ ഒരു ഇരട്ടിയിലധികം ടാക്സ്. എല്ലാ രംഗത്തും നികുതി വെട്ടിപ്പുണ്ട്. പെട്രോൾ ചിലപ്പം കിട്ടുന്നതില്ലായിരിക്കാം, വളരെ ചുരുങ്ങിയ രംഗങ്ങളിൽ മാത്രമാണ് നികുതി വെട്ടിപ്പില്ലാതുള്ളൂ. അതുമൂലം ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഒരുപാട് തൊഴിൽ നികുതി മുതൽ ഇൻകം ടാക്സ്, മറ്റ് പല സർവീസ് എല്ലാ ടാക്സുകളും വെട്ടിക്കുക. സർവീസ് ടാക്സൊക്കെ തന്നെ വലിയ രീതിയിൽ വെട്ടിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക, എല്ലാം പുതിയ സോഫ്റ്റ്വെയറും സിസ്റ്റമൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും.